അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 3 തിങ്കളാഴ്ച. മോദി സർക്കാരിന്റെ മൂന്നാം ഊഴം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഉന്നതതല യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ 7 വ്യത്യസ്ത യോഗങ്ങളാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നതെന്നും യോഗങ്ങളിൽ അടുത്ത സർക്കാരിന്റെ ആദ്യത്തെ 100 ദിന പരിപാടികൾ ചർച്ചയായെന്നും സൂചനകളുണ്ട്. ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം, റേമൽ ചുഴലിക്കാറ്റുണ്ടാക്കിയ നാശനഷ്ടം എന്നിവയും യോഗങ്ങളിൽ വിലയിരുത്തിയെന്നും റിപ്പോർട്ടുകൾ. ഇന്ത്യ മുന്നണിയുടെ തോൽവി പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളെ തള്ളി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. എക്സിറ്റ് പോളുകളല്ല, ഇത് മോദി പോളെന്നും ഇന്ത്യ മുന്നണിക്ക് 295 സീറ്റുകൾ ലഭിക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. NDA 365, ഇന്ത്യ സഖ്യം 146, മറ്റുള്ളവർ 32. ഇങ്ങനെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ദേശീയ ശരാശരി. എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥികൾ, PCC അധ്യക്ഷന്മാർ, പ്രതിപക്ഷ നേതാക്കൾ എന്നിവരുമായി രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയവർ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചു. ആത്മവിശ്വാസം കൈവിടരുതെന്നും സംസ്ഥാനങ്ങളിലെ സാഹചര്യമല്ല എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിച്ചിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. വോട്ടെണ്ണലിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമങ്ങൾക്കുള്ള ശ്രമമുണ്ടായാൽ അത് തടയുന്നതിന് ജാഗ്രത പാലിക്കണമെന്നും വോട്ടെണ്ണൽ ദിവസം മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നതുവരെ വോട്ടെണ്ണൽ ഹാളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകിയതായും ഖാർഗെ അറിയിച്ചു. വോട്ടെണ്ണൽ സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. തെരഞ്ഞെടുപ്പ് ഫലത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അപമാനിക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നുവെന്നാരോപിച്ച് BJP നേതാക്കളും കമ്മീഷനിലെത്തി. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണി ഫലം പ്രഖ്യാപിക്കണം. അതിനുശേഷം മാത്രമേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണാവൂ എന്ന് നേതാക്കൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ഫോം 17C-യിൽ ബൂത്ത് തിരിച്ചുള്ള വോട്ടിംഗ് കണക്കുകൾ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം വോട്ടെണ്ണൽ നാളെ നടക്കാനിരിക്കെ ഇന്ന് ദില്ലിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരും മാധ്യമങ്ങളെ കാണും. വോട്ടെണ്ണലിന് ഇന്ത്യ സഖ്യം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കെയാണ് വാർത്താ സമ്മേളനം എന്നുള്ളതാണ് ശ്രദ്ധേയം. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ V. മുരളീധരൻ. സംസ്ഥാനത്ത് BJP അക്കൗണ്ട് തുറക്കുമെന്നും അതെവിടെയെന്ന് ഫലം വരട്ടെയെന്നുമായിരുന്നു മുരളീധരന്റെ പ്രതികരണം. അതേസമയം കേരളത്തിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ കടത്തിവെട്ടുന്ന വിജയം BJP നേടുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. എല്ലാ ഏജൻസികളും ഒരുപോലെ ഫലം നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. നാളെ BJP വരില്ല എന്നൊന്നും പറയുന്നില്ലെന്നും ഇത്തവണ അവർക്ക് കേരളത്തിൽ സീറ്റ് ഉണ്ടാവില്ലെന്നും KPCC അധ്യക്ഷൻ K. സുധാകരൻ. BJP അക്കൗണ്ട് തുറക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലെന്നും എക്സിറ്റ് പോൾ പ്രകാരം തന്നെയാണ് തരംഗം എങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെയും EVM-ന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുമെന്നും ചാലക്കുടി UDF സ്ഥാനാർത്ഥിയായ ബെന്നി ബെഹനാൻ പറഞ്ഞു. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്ന് UDF കൺവീനർ MM ഹാസനും വ്യക്തമാക്കി. എക്സിറ്റ് പോളുകൾ സംശയാസ്പദമാണെന്നും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും LDF കൺവീനർ EP ജയരാജൻ. ശാസ്ത്രീയമായ നിഗമനത്തിന്റെയോ ജനങ്ങളുടെ പൊതുവികാരങ്ങളെ നിരീക്ഷിച്ചോ അടിസ്ഥാനമാക്കിയല്ല എക്സിറ്റ് പോളെന്നും അദ്ദേഹം പറഞ്ഞു. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. എക്സിറ്റ് പോളിന് ശേഷം 2 ദിവസത്തേക്ക് മാത്രം BJPക്ക് 2-3 MP-മാർ ഉണ്ടാകും. അത് വോട്ടെണ്ണിയാൽ തീരുമെന്നും മന്ത്രി പറഞ്ഞു. കാത്തിരിക്കുന്നത് യഥാർത്ഥ ജനവിധിയെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന സർവേ ശരിയല്ല. കേരളത്തിൽ UDF മികച്ച വിജയം നേടും. 20-ൽ 20 കിട്ടാവുന്ന സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDF-ന് കണ്ണഞ്ചിപ്പിക്കുന്ന ജയം ഉണ്ടാകുമെന്ന് AK ബാലൻ. എല്ലാ സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നും കേരളത്തിൽ BJP മുന്നേറ്റമെന്നത് പച്ച നുണയാണെന്നും അദ്ദേഹം പറഞ്ഞു. എക്സിറ്റ് പോളുകളിൽ പറയുന്ന 3 സീറ്റുകളിലും BJP തോൽക്കുമെന്നും തൃശൂരിൽ BJP ജയിച്ചാൽ ഉത്തരവാദിത്വം UDF-നാണെന്നും ബാലൻ കൂട്ടിച്ചേർത്തു. എക്സിറ്റ് പോളുകൾ NDA-യുടെ കണക്കുകൾ ശരിവെക്കുന്നതാണെന്ന് BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ ജയിക്കുമെന്നതായിരുന്നു കണക്ക്.
BDJS കൂടി വിജയം തീരുമാനിക്കും. ഇത്തവണ കേന്ദ്രമന്ത്രി സ്ഥാനമോ രാജ്യസഭാംഗത്വമോ വാഗ്ദാനം വന്നാൽ അത് ആലോചിച്ച് തീരുമാനിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോളിൽ UDFന് നേട്ടം. 16 മുതൽ 18 സീറ്റുകൾ വരെ UDFും 2 മുതൽ 4 വരെ സീറ്റുകൾ LDFും നേടുമെന്നാണ് സർവേ പറയുന്നത്. 1 മുതൽ 3 സീറ്റുകൾ വരെ NDAക്ക് ദേശീയ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുമ്പോൾ മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോളിൽ NDAക്ക് സീറ്റുകളൊന്നും പ്രവചിക്കുന്നില്ല. NDA ഏറ്റവും കൂടുതൽ പ്രതീക്ഷയർപ്പിക്കുന്ന തൃശൂരിൽ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് സർവേ പറയുന്നത്. സംസ്ഥാനത്ത് NDA 2ാം സ്ഥാനത്ത് എത്തുന്നത് 2 മണ്ഡലങ്ങളിൽ മാത്രമാണ്, തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും. 2ൽ താഴെ മാത്രം വോട്ട് ശതമാനത്തിൽ വ്യത്യാസമുള്ള പാലക്കാടും വടകരയുമാണ് LDF പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലങ്ങൾ. കണ്ണൂരും ആലത്തൂരും പ്രവചനാതീതമെന്നാണ് സർവേ പറയുന്നത്. UDFന്റെ 16 അനുകൂല മണ്ഡലങ്ങളിൽ മാവേലിക്കര മാത്രമാണ് വോട്ട് ശതമാനത്തിൽ 2ൽ താഴെ മാത്രം വ്യത്യാസമുള്ളത്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ. പ്രവേശനോത്സവത്തോടെ ഈ വർഷത്തെ അധ്യയനം തുടങ്ങാൻ കുട്ടികളെ ക്ഷണിച്ച് കാത്തിരിക്കുകയാണ് സ്കൂളുകൾ. സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് വനിതാ ശിശുക്ഷേമ വകുപ്പ് പുറത്തിറക്കിയ സോഷ്യൽ മീഡിയ പോസ്റ്റർ വിമർശനത്തിന് പിന്നാലെ പിൻവലിച്ചു. ആവേശം എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങളായ രംഗണ്ണനും അമ്പാനും കുട്ടികളുടെ കൈപിടിച്ച് സ്കൂളിലേക്ക് നടത്തുന്ന കോമിക് ചിത്രമാണ് പോസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പോസ്റ്റിലെ അനൌചിത്യം മനോരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ CJ ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചതോടെ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. സംസ്ഥാന സിലബസിൽ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ്. 2.44 ലക്ഷം കുട്ടികളാണ് ഇത്തവണ പ്രവേശനം നേടിയത്. 1 ലക്ഷത്തിലധികം കുട്ടികളാണ് 3 വർഷത്തിനിടെ കുറഞ്ഞത്. ഇത്തവണ സംസ്ഥാനത്ത് സർക്കാർ സ്കൂളുകളിൽ 11.19 ലക്ഷം പേരും എയ്ഡഡ് സ്കൂളിൽ 20.30 ലക്ഷം പേരും അൺഎയ്ഡഡ് സ്കൂളുകളിൽ 2.99 ലക്ഷം പേരും പ്രവേശനം നേടി. സമ്പൂർണ്ണ കണക്ക് 6ാം പ്രവൃത്തി ദിനത്തിന് ശേഷം ലഭിക്കും. ജനാധിപത്യപരമായി വേണം PTA പ്രവർത്തിക്കാനെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. PTA എന്നത് സ്കൂൾ ഭരണസമിതിയായി കാണരുത്. PTA ഫണ്ട് എന്ന പേരിൽ വലിയ തുക പിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇത് അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. വേളു സെന്റ് ജോൺ LPS, പുളിനാക്കൽ സെന്റ് ജോൺ UPS, കല്ലുപുരയ്ക്കൽ ഗവൺമെന്റ് LPS, കല്ലുപുരയ്ക്കൽ ഗവൺമെന്റ് UPS എന്നീ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചതായി കളക്ടർ അറിയിച്ചു. സർക്കാർ ജീവനക്കാരെ നിരന്തരം ദ്രോഹിക്കുന്ന പിണറായി സർക്കാരിന്റെ നടപടികളുടെ തുടർച്ച മാത്രമാണ് ജീവാനന്ദം പദ്ധതിയെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. സംസ്ഥാനത്തിന്റെ മോശം സാമ്പത്തിക സ്ഥിതി മറികടക്കാൻ സർക്കാർ ജീവനക്കാരെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന പദ്ധതികൾ അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യ ഭരണത്തിന് ഭൂഷണമല്ലെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് നിരവധി ആശങ്കകളുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാക്കൾ അഹമ്മദ് ദേവർകോവിലുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം. INL നേതാവ് മുസ്ലിം ലീഗിലേക്ക് വരുന്നതിനായി അനൌദ്യോഗിക ചർച്ച നടന്നുവെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആകെ കുറച്ച് ആളുകളല്ലേ INLൽ ഉള്ളുവെന്നും ആര് പാർട്ടിയിലേക്ക് വന്നാലും സന്തോഷമെന്നും സലാം കൂട്ടിച്ചേർത്തു. PMA സലാമുമായി അഹമ്മദ് ദേവർകോവിൽ ചർച്ച നടത്തിയെന്നും KM ഷാജിയാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയതെന്നുമാണ് റിപ്പോർട്ട്. പാലക്കാട് പന്തിയങ്കര ടോൾ പ്ലാസയിൽ ഇന്നു മുതൽ ടോൾ നിരക്ക് കൂടും. സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ നൽകണം. ടോൾ നിരക്ക് വർധനയ്ക്കെതിരെ ടോൾ പ്ലാസയിൽ ജനകീയ കൂട്ടായ്മ പ്രതിഷേധ സമരം നടത്തും. പാലിയേക്കര, പന്തിയങ്കര ടോൾ ബൂത്തുകളിൽ ഒന്ന് നിർത്തലാക്കുന്ന കാര്യം പരിശോധിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഇപ്പോഴും നടപ്പിലായിട്ടില്ല. കീം പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ KSRTC കൂടുതൽ സർവീസുകൾ നടത്തും. പരീക്ഷാർത്ഥികളുടെ തിരക്കിന് അനുസരിച്ച് സർവീസുകൾ ലഭ്യമാക്കും. എല്ലാ ജില്ലകളിൽ നിന്നും വിപുലമായ രീതിയിൽ സർവീസുകൾ ക്രമീകരിക്കണമെന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. പരീക്ഷാർത്ഥികൾക്ക് നിശ്ചിത സമയത്തിന് 2.5 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ സമയക്രമം പരിഗണിച്ചുള്ള സർവീസുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്.
പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മിറ്റി മുമ്പാകെ കുടുംബം ഹാജരായി മൊഴി നൽകി. സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ്, അമ്മ ഷീബ, അമ്മാവൻ ഷിജു എന്നിവരാണ് റിട്ടയർഡ് ജസ്റ്റിസ് എ ഹരിപ്രസാദ് മുമ്പാകെ ഹാജരായി രേഖകൾ കൈമാറിയത്. കൊച്ചി കുസാറ്റ് ക്യാമ്പസിലാണ് ജുഡീഷ്യൽ കമ്മിറ്റി സിറ്റിംഗ് നടത്തുന്നത്. ഇതുവരെ കൈമാറാതിരുന്ന പല രേഖകളും വിവരങ്ങളും കമ്മിറ്റി മുമ്പാകെ ബോധ്യപ്പെടുത്തിയെന്ന് സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബ പറഞ്ഞു. കോഴിക്കോട് ICU പീഡന കേസിൽ മൊഴിയെടുത്ത ഡോക്ടർക്കെതിരായ അതിജീവിതയുടെ പരാതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. നർക്കോട്ടിക് ഡിവൈഎസ്പിയാണ് അന്വേഷണ റിപ്പോർട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയത്. യൂട്യൂബർ സഞ്ജു ടെക്കിക്ക് പണക്കൊഴുപ്പും അഹങ്കാരവുമാണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പണമുള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ പണിതല്ല നീന്തേണ്ടതെന്നും വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ പണിയണമെന്നും ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുതെന്നും മന്ത്രി പറഞ്ഞു. വാഹനവുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോകളുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. വിവാഹ ആഘോഷത്തിനിടെ ട്രാക്ടർ മറിഞ്ഞ് മധ്യപ്രദേശിലെ രാജ്ഗഡിലെ പിപ്ലോദിയിൽ 13 പേർക്ക് ദാരുണാന്ത്യം, 15 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 8 മണിയോടെ വിവാഹാഘോഷ യാത്ര നടത്തുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ജൂൺ 4 വോട്ടെണ്ണുമ്പോൾ എല്ലാ എക്സിറ്റ് പോളുകളും തെറ്റാണെന്ന് തെളിയുമെന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാൽ തല മൊട്ടയടിക്കുമെന്നും ദില്ലി ലോക്സഭാ സീറ്റിലെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി കൂടിയായ MLA സോംനാഥ് ഭാരതി പറഞ്ഞു. മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളി ഇരു മുന്നണികളും. സർവേ ഫലങ്ങൾ കോർപ്പറേറ്റ് കളിയെന്ന് പരിഹസിച്ച് ഉദ്ധവ് പക്ഷ ശിവസേന. മഹാവികാസ് അഘാഡി 35 സീറ്റ് നേടുമെന്നും അവകാശപ്പെട്ടു. എന്നാൽ മഹായുതി സഖ്യത്തിന് കോട്ടമുണ്ടാകില്ലെന്നും കഴിഞ്ഞ തവണ നേടിയ അത്രയും സീറ്റുകൾ ഇത്തവണയും നേടുമെന്നും ശിവസേന ഷിൻഡെ വിഭാഗം പറഞ്ഞു. അരുണാചൽ പ്രദേശിൽ BJPക്കും സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ചയ്ക്കും മികച്ച ഭൂരിപക്ഷത്തോടെ തുടർഭരണം. അരുണാചൽ പ്രദേശ് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 60-ൽ 46 സീറ്റും നേടിയാണ് BJP അധികാരത്തിലെത്തിയത്. NPP 5ഉം കോൺഗ്രസ് 1 സീറ്റും നേടി. സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 32-ൽ 31 സീറ്റുകളും നേടിയാണ് സിക്കിം ക്രാന്തികാരി മോർച്ച അധികാരത്തിലെത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജില്ലാ കളക്ടർമാരെ വിളിപ്പിച്ചെന്ന ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിനോട് വസ്തുതകൾ തേടി. ആരോപിക്കപ്പെട്ടതുപോലെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി ജില്ലാ ഭരണാധികാരികൾ അറിയിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ബോധ്യമുള്ള വസ്തുതകൾ അറിയിക്കണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നോട്ടീസിൽ പറയുന്നത്. 150 ജില്ലാ ഭരണാധികാരികളെ അമിത്ഷാ വിളിപ്പിച്ചുവെന്നായിരുന്നു കോൺഗ്രസ് ആരോപിച്ചത്. ജാമ്യ കാലാവധി അവസാനിച്ചതോടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് തിരിച്ചു. രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരുന്നു മടക്കം. എക്സിറ്റ് പോളുകൾ തട്ടിപ്പാണെന്നും ജൂൺ 4 മോദി സർക്കാർ അധികാരത്തിൽ വരില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ മനോവിഷമത്തിലാക്കാനാണ് ഈ തട്ടിപ്പെന്നും അദ്ദേഹം വിമർശിച്ചു. ജയിലിൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. സംഭവിക്കുന്നത് സംഭവിക്കട്ടെ, എനിക്ക് ഭയമില്ല. എന്റെ ശരീരവും മനസ്സും ഈ രാജ്യത്തിന് വേണ്ടിയാണെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. UAEയിൽ താപനില ഉയരുന്നു. വെള്ളിയാഴ്ച 50 ഡിഗ്രി സെൽഷ്യസിന് അരികെയാണ് താപനില രേഖപ്പെടുത്തിയത്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും താപനില ഉയരുകയാണ്. 45 ഡിഗ്രി സെൽഷ്യസിനും 48 ഡിഗ്രി സെൽഷ്യസിനുമിടയിലാണ് മറ്റു പ്രദേശങ്ങളിലും ഉച്ചയ്ക്ക് താപനില രേഖപ്പെടുത്തിയത്. 2020 ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ അമേരിക്ക കാനഡയെ 7 വിക്കറ്റിന് തകർത്തു. ആദ്യം ബാറ്റ് ചെയ്ത കാനഡ 5 വിക്കറ്റ് നഷ്ടത്തിൽ 194 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അമേരിക്ക 40 പന്തിൽ പുറത്താകാതെ 94 റൺസ് എടുത്ത ആറോൺ ജോൺസിന്റെ മികവിൽ ലക്ഷ്യത്തിലെത്തി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസിനെ പാപ്പുവ ന്യൂഗിനിയയ്ക്കെതിരെ 5 വിക്കറ്റിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത പാപ്പുവ ന്യൂഗിനിയയ്ക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 136 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് ഒരു ഓവർ ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.